ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീക്ക് മുൻകൂർ ജാമ്യം. ആരോഗ്യ കാരണങ്ങൾ പരിഗണിച്ചാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ആർ അച്യുതൻ ഡൽഹിയിൽ വിവരങ്ങളുമായി. അച്യുതൻ, നേരത്തെ തന്നെ ഈ കാര്യങ്ങളിൽ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് കോടതിയെ സമീപിച്ചിരുന്നു. ഇപ്പോൾ എസ് ജയശ്രീ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാനുള്ള ആളാണ്. ജയശ്രീക്ക് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കും സുപ്രീം കോടതി. എന്തൊക്കെയാണ് ഈ ജാമ്യം നൽകാൻ ഇടയാക്കിയ സാഹചര്യം? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ച പ്രതികളിൽ ആദ്യമായിട്ടാണ് ഈ ജയശ്രീക്ക് ഇപ്പോൾ ഈ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. മറ്റു പ്രതികൾക്കൊന്നും തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ആശ്വാസവും ഉണ്ടായിരുന്നില്ല. വിമർശനങ്ങളോടെ അവരുടെ ജാമ്യാപേക്ഷകൾ തള്ളുകയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി. അന്വേഷണം പുരോഗമിക്കുകയാണ്, ആ ഘട്ടത്തിൽ ഇടപെടാനില്ല എന്നായിരുന്നു സുപ്രീം കോടതി വിശദീകരിച്ചത്. പക്ഷേ ജയശ്രീക്ക് മാത്രമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ആശ്വാസം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ അത് അംഗീകരിച്ചുകൊണ്ട് ആ മുൻകൂർ ജാമ്യം ഇപ്പോൾ നൽകിയിരിക്കുന്നു. എന്നാൽ SIT എപ്പോഴൊക്കെ ആവശ്യപ്പെടുന്നോ അപ്പോഴെല്ലാം SITക്ക് മുൻപിൽ ഹാജരാകണം, ജയശ്രീയോട് ഹാജരാകണം എന്നൊരു നിർദ്ദേശം സുപ്രീം കോടതി ഇതിൽ ഒരു ഉപാധിയായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആരോഗ്യ കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു മുൻകൂർ ജാമ്യം നൽകുമ്പോഴും പരിഹാസ രൂപേണ കോടതിയിൽ നിന്നൊരു പരാമർശം ഉണ്ടാകുന്നു. അതായത് കേസിലെ ജെന്റിൽമാൻമാരൊക്കെ അകത്താണോ എന്ന് സുപ്രീം കോടതി തന്നെ പരിഹാസ രൂപേണ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജയശ്രീ നൽകുന്ന മറുപടി കേസിലെ 7 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയിച്ചു. ഇന്ന് രാവിലെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി SITയോട് ആവശ്യപ്പെട്ടിരുന്നു ജയശ്രീയുടെ കസ്റ്റഡി അനിവാര്യമാണോ എന്നൊരു കാര്യം. ഒപ്പം തന്നെ ഈ മഹസറിലെ ഒപ്പ് തിരിച്ചറിഞ്ഞു എന്നും SIT അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ തവണ ഹാജരായപ്പോൾ ഈ കൈയക്ഷരം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ ആരോഗ്യ കാരണങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി എസ് ജയശ്രീക്ക് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.